ഇപ്പോഴും ഇസ്രായേൽ കരയുദ്ധവും അതുപോലെ തന്നെ ബോംബാർഡിങ്ങും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യോമസേന ലെബനോനിലെ മരണസംഖ്യ തന്നെ 1300-ലേറെ ആയി കഴിഞ്ഞു. അവിടെ ഹെസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമിക്കുന്നുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഈ ഇസ്രായേലിനും ലെബനോനിനും ഇടയിൽ നിന്ന UN സമാധാന സേനയുടെ ആൾക്കാർ കൊല്ലപ്പെടുന്നു. കഴിഞ്ഞ ദിവസം തന്നെ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ. അത് കടുത്ത ഭാഷയിൽ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി അതിൽ പ്രതിഷേധവും കടുത്ത എതിർപ്പും പ്രകടിപ്പിച്ചിരിക്കുന്നു. ഈ രീതിയിൽ ഇസ്രായേലിന് മുന്നോട്ട് വിടാൻ പറ്റില്ല എന്നാണ് അത് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ അമേരിക്കയും റഷ്യയും ചൈനയും ഒക്കെയുള്ള ഇതിലാണ് UN രക്ഷാസമിതി ഇങ്ങനെ ഒരു വിമർശനം നടത്തിയിട്ടുള്ളത്. UN പീസ് കീപ്പിംഗ് ഫോഴ്സിനെ, സമാധാന സേനയെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. ഇസ്രായേൽ ഇതിനെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ഇസ്രായേലിൽ നടക്കുന്നുണ്ട്. പ്രതിപക്ഷം ഇസ്രായേൽ പ്രധാനമന്ത്രി മാറണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിനിടയിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഹോർമോസ് കടലിടുക്കിൽ ഏതാണ്ട് 400 കപ്പലുകളാണ് മുന്നോട്ട് പോകാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്നത്. അവരോട് ട്രംപ് പറയുന്നത്, നിങ്ങൾ സ്വന്തം നിലയിൽ ബലം പ്രയോഗിച്ച് അത് തുറപ്പിച്ചു കൊണ്ടുപോയിക്കോളൂ. ഞങ്ങൾ അമേരിക്ക ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള യാത്രകൾ കൂടുതൽ ഒഴിവാക്കാൻ പോവുകയാണ്. നിങ്ങളാരോടും സഹകരണം ചോദിച്ചിട്ട് സഹകരണം തന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറന്ന് പോയിക്കോളൂ. ഇന്ത്യക്കും ചൈനയ്ക്കും പാകിസ്ഥാനും അടക്കമുള്ള 3-4 രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലൂടെ കടക്കാൻ അനുവാദം നൽകിയിരിക്കുന്നത്.